ഹേ ഗായ്സ്, ഇതാണ് നമ്മുടെ കോട്ടയം ലുലു മാള്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട്സായിട്ട് രാവിലെ തന്നെ എന്നാൽ ലുലു മാള് കാണാൻ പോയാലോ. അങ്ങനെ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ വന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി അങ്ങോട്ട് തകർത്ത് തിമിർത്ത് സാധനങ്ങളൊക്കെ നോക്കി ഒന്നും മേടിച്ചില്ലെങ്കിലും എല്ലായിടത്തും കയറി ഫ്രൂട്ട് സെക്ഷനും ഫിഷിൻ്റെ സെക്ഷനും നേരത്തെ വെച്ച സാൽമണിനെ കണ്ടില്ലേ. എന്താ കഥ, ആദ്യമായിട്ടാണ് ലൈഫ് സാൽമണിനെ നേരിട്ട് കാണുന്നത് കേട്ടോ, ചത്തിട്ടാണെങ്കിലും. പിന്നെ കുറേ പള്ളത്തി ഞണ്ടും അങ്ങനെ കുറേ എന്തൊക്കെയൊക്കെയോ മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെന്നപ്പോഴത്തേക്കാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ ഫൈറ്റർ ഫിഷിൻ്റെ ഒരു വലിയ സെക്ഷൻ. 2 ട്രാക്ക് നിറച്ചും കുറേ ബീറ്റാസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഒന്നും മേടിച്ചില്ല, എന്നാലും എല്ലാത്തിനെയും ഓരോ വീഡിയോയിൽ ഇങ്ങനെ നൈസായിട്ട് എടുത്ത് പിന്നെ കണ്ടു. എന്താ ഭംഗി. അപ്പം അതെ കൂട്ടത്തിൽ ഒന്നാം സാധനമൊക്കെ മേടിച്ചു എന്ന് കാണിക്കാനെന്ന രീതിക്ക് ട്രോളിയൊക്കെ എടുത്ത് ചുമ്മാ തള്ളിക്കൊണ്ട് നടക്കുക. അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവന് നാണം. അവനൊരു വളിച്ച രീതിയിൽ തിരിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ. എന്തൊരു കഥയാ. അതെ, ഇപ്പം കുറേ എല്ലാ സാധനം നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. എന്നാൽ പിന്നെ വീഡിയോ ആക്കിയേക്കാന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു സെൽഫി ഫ്രണ്ട് വീഡിയോ എടുത്ത് കേട്ടാ. പൊളിയല്ലേ. നാണം. എന്ത് ചെയ്യാൻ. അങ്ങനെ ലുലുവിൻ്റെ 2ാം നിലയിലേക്കുള്ള പ്രയാണമാണ് ഗായ്സ്. 2ാം നിലയിലേക്കുള്ള ചവിട്ടുപടി കഴിഞ്ഞത് 2ാം നിലയിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഭാഗമാണ്. അവിടെ നമ്മൾ ആദ്യം കാണുന്ന ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള നമ്മുടെ ഗെയിമിങ് സെക്ഷനിലേക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിളയാടാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ വേറെ ലോകത്ത് എന്നൊരു ഫീലാണ്. ഞാനതൊക്കെയോ ബോളിവുഡ് സിനിമയ്ക്കകത്തോ പാട്ടിനകത്തൊക്കെ കണ്ടിട്ടുള്ള കുറേ ഐറ്റംസൊക്കെയാണ് ഇവിടെ കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഗെയിമിംഗ് സെക്ഷനിലേക്ക് കയറുന്നത്. എറണാകുളത്ത് പോയിട്ട് പോലും ഞാൻ അവിടെ ഗെയിമിംഗ് സെക്ഷനിൽ ഇങ്ങനെ കയറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എറണാകുളത്തെ എടപ്പള്ളിയിലെ ലുലുവിൽ പോയിട്ട് ഇത് ഉള്ള അത്യാവശ്യം ഇതിനെപ്പറ്റി വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിലും തൊട്ടും തലോടിയൊക്കെ നോക്കി പൈസ അങ്ങോട്ട് കൊടുത്താലേ കാര്യം നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളധികം അങ്ങനെ അങ്ങോട്ട് ചാഞ്ഞില്ല. എല്ലാം കണ്ട് ആസ്വദിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ പടിയിറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും സന്ധിക്കാറ് വരയ്ക്കും. വണക്കം.